നിലമ്പൂരിനെ ആവേശക്കടലാക്കിയ ശക്തിപ്രകടനത്തോടെ നാടിളക്കി ആര്യടൻ ഷൗക്കത്തിന്റെ പത്രികാ സമർപ്പണം. നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ആവേശക്കാഴ്ചയ്ക്കായിരുന്നു നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്ത റോഡ് ഷോയോടെയാണ് തെരഞ്ഞെടുപ്പ് വരണാധികാരി നിലമ്പൂർ തഹസിൽദാർ MP സിന്ധുവിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് VS ജോയ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. നിലമ്പൂരിൽ UDF മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. പ്രചരണ രംഗത്ത് UDF ഏറെ മുൻപിലാണ്. എതിർ ക്യാമ്പ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ അനുകൂലമാണ്. M സ്വരാജ് നല്ല സുഹൃത്താണ്, എന്നാൽ ആശയങ്ങളുടെ കാര്യത്തിൽ യോജിപ്പില്ലെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനവും വളരെ നേരത്തെ തന്നെ തുടങ്ങിയവരാണ്. ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെ കമ്മിറ്റികളും ബാക്കി പ്രവർത്തനങ്ങളൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ 100% ആത്മവിശ്വാസത്തോടെയാണ്. സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വീടുകൾ കയറുന്ന പരിപാടിയിലേക്ക് നടന്നു കഴിഞ്ഞു. പ്രചരണ പരിപാടികൾ ഒരുപാട് നടന്നു. ഇന്ന് നിങ്ങൾ കണ്ടു, നിലമ്പൂരിൽ ഇതുവരെ ഒരിക്കൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശമാണ് ഇതിൻ്റെ പ്രവർത്തകർക്ക്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം UDF തങ്ങളുടെ കരുത്ത് അറിയിക്കുന്ന ശക്തി പ്രകടനം കൂടിയാക്കി മാറ്റി. ഷാഫി പറമ്പിൽ MP, അനിൽകുമാർ MLA, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, DCC പ്രസിഡന്റ് VS ജോയ് ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരന്നു. നിലമ്പൂർ ജ്യോതിപ്പടയിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനൊപ്പം വൻ ജനാവലിയാണ് റോഡ് ഷോയിൽ അണിനിരന്നത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇരു മുന്നണി പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.